ഇങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അനിമോളുടെ ഈ ഫേസ് കണ്ടില്ലേ? ഈ സന്ദർഭങ്ങളിലെല്ലാം പല ആൾക്കാരുടെയും, കാരണം സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ കരച്ചിൽ നടത്തുന്നത്. കിച്ചണിലായാലും അവിടെയായാലും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നിടത്ത് അടി ഉണ്ടാക്കിയിട്ട് പിന്നെ പോയി കിടന്ന് കരയുന്ന കാണാം. അങ്ങനെ പ്ലാച്ചിയുടെ കാര്യത്തിനായാലും അടി ഉണ്ടാക്കിയിട്ട് കരയുന്ന കാണാം. അങ്ങനെ പല സമയത്തും കാണുന്നു. കരച്ചിൽ നാടകമാണ്. ഇതൊരു ഭയങ്കര കരച്ചിൽ നാടകമാണ്. കാരണം രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തപ്പോഴാണ് ഈ കരയുന്നത്. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും താങ്ങാൻ ഒരാളുണ്ടാവണം. ഇപ്പം നമുക്ക് ലക്ഷ്മിയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ലക്ഷ്മി ഇനി പുറത്ത് സൈബർ അറ്റാക്ക് വരും എന്ന് ആലോചിച്ചിട്ടാണ് നടത്തില്ല. എനിക്ക് പിന്നെ ലക്ഷ്മി പിന്നെ സ്റ്റേണല്ലോ. ലക്ഷ്മി നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്നത്. പ്രത്യേകിച്ചും ആദിലയെ നൂറ ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ആദിലയുടെ പ്രശ്നം വന്നതുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പോൾ കൂടെ നിൽക്കുന്നത് കേട്ടോ. ആദിലയുടെയും നൂറയുടെയും പ്രശ്നമായതുകൊണ്ട് ലക്ഷ്മി കൂടെ നിൽക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായ കരച്ചിൽ നാടകമാണ്. എന്തോ ഭയങ്കര സംഭവമാണ്, ഞാനൊരു പാവമാണ്, എന്നെ എല്ലാവരും കൂടി വേട്ടയാടുന്നു, എന്നെ എല്ലാവരും കൂടി ക്രൂശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളമാണ്. അക്ബർ ഖാൻ പറഞ്ഞു, ഇങ്ങനെ കിടന്ന് പിന്നെ നീ കാണിച്ചതല്ലേ, എൻ്റെ ജീവിതം നീ നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ, എന്തിനാണ് നീ അത് പറഞ്ഞത്? ആദില, ശൈത്യ, നൂറ ഇവരെല്ലാവരോടാണ് പറഞ്ഞത്. ഓൾറെഡി നൂറ പറഞ്ഞു, ആ നമ്പർ എന്ന് പറയുന്നത് അവരുടെ ചേച്ചിയുടെ തന്നെയായിരുന്നു. ആ ചേച്ചിയെ വിളിച്ചിട്ട് PR-ൻ്റെ അടുത്ത് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുടെ അല്ല. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നെ വെറുതെ വിട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നൂറ പറഞ്ഞത്. ആ നൂറയെ ഇവിടെ യൂട്യൂബേഴ്സ് വലിച്ചു കീറുകയാണ്. കുറേ PR യൂട്യൂബർമാർ. നാണമില്ലേ അവർക്കൊക്കെ? മക്കളില്ലേ, പെൺമക്കളില്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെയൊക്കെ ഇത്രയും മാത്രം വലിച്ചു കീറുന്നത്? അവളെന്താണ് ചെയ്തത്? ഇവളെന്താണ് ചെയ്തത്? ഇവളല്ലേ സകലമാന ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്തത്? ഒരു ചെറുക്കനെ അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കരിവാരി തേക്കാൻ PR-ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ സത്യം. അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര കൂടുതൽ വെപ്രാളം? നമ്മൾ പറയുക, നമ്മളൊരു കാര്യം ചെയ്തില്ല എങ്കിൽ ഞാൻ ചെയ്തില്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഞാനത് ചെയ്തിട്ടില്ല, തീർന്നവിടെ. അത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിയണം. ഇതെന്തിനാണ് കരഞ്ഞിങ്ങനെ മെഴുകുന്നത്? അയ്യോ ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് വെപ്രാളമാണ്. കാരണം ഇത് നാട്ടുകാർ കണ്ടു, കള്ളം കണ്ടുപിടിച്ചു എന്ന് 100% മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വെപ്രാളം. പിന്നെ PR ഉണ്ടല്ലോ പുറത്ത്, പറയുന്ന ആൾക്കാരെ എല്ലാം അടിച്ച് ഒതുക്കാൻ വേണ്ടിയിട്ട് PR ഉണ്ട്. അത് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ ഒരു PR വർക്ക് പുറത്ത് ആൾക്കാരുണ്ട്, PR-നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. PR ചെറിയ ആൾക്കാരല്ലേ, ഗുണ്ടാപ്പണി ചെയ്യുന്ന PR-കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടല്ലേ ചേട്ടനെ വെച്ച് ചേട്ടന്മാർ ശരിയാക്കും, ആദിലേനെ ഞാൻ നോക്കിക്കും, അതിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ, അത് അവളാണെങ്കിൽ ആരുമില്ലാത്തൊരു പെണ്ണാന്ന് തോന്നുന്നു. LGBT-കാരുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, അവരും മോശക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലടിക്കട്ടെ. ഇവിടെ എന്തായാലും നമുക്ക് ബിഗ് ബോസ് ഷോയുടെ വിന്നർ ആരാന്നാണ് നമുക്ക് കണ്ടത്. ഈ കരച്ചിലും നാടകമൊക്കെ നമ്മൾ ഒന്നാമത്തെ ദിവസം തൊട്ട് കാണാൻ തുടങ്ങിയതല്ല. ലൈവാണ് ഈ കാണുമ്പോൾ ഞാനത് മ്യൂട്ട് അടിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഈ സ്ത്രീയുടെ സൗണ്ടും ഈ കരച്ചിലും കേൾക്കുമ്പം എവിടെ നിന്നൊക്കെയോ ദേഷ്യം കലി കയറി വരുവാണ്. കാരണം നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ ആ വെറുപ്പിൻ്റെ അങ്ങേയറ്റം നമ്മളെ കൊണ്ടുപോയി എന്നുള്ളത്. 1% പോലും നമുക്ക് എവിടെയും അവരുടെ ഭാഗത്തൊരു ശരി കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഈ ചതിച്ചു എന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവർ തന്നെയല്ലേ പറഞ്ഞ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഞാൻ ഉണ്ടാക്കിയത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ കുടുംബം ഉണ്ടാക്കാനോ അല്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തേണ്ട ആവശ്യകത തോന്നിക്കാണത്തില്ല. അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് തെറ്റായിട്ട് തോന്നണം. കാരണം അവരെയും പിന്നിൽ നിന്ന് കുത്തിയെന്ന് അവർക്ക് തോന്നിക്കാണും. അവരെ ഇത്ര മാത്രം അവർ എപ്പോഴും പുറകെ നടക്കണം. ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം തന്നെ യൂസ് ആൻഡ് ത്രോ. എല്ലാവരും പറയുന്ന അനിമോളുടെ ഒരു പേരാണ്, ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയുക, കറിവേപ്പില പോലെ എറിഞ്ഞു കളയുക. കാരണം എപ്പോഴും അവർക്ക് ആരെയെങ്കിലുമൊക്കെ ആവശ്യമാണ്. അവർക്ക് ആരും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരാളിൻ്റെ നെഞ്ചത്തോട്ട് കിടക്കണം. എപ്പോഴും കരച്ചിലായാലും എന്തുമായാലും ഒരാൾ എപ്പോഴും കെട്ടിപ്പിടിക്കണം. എപ്പോഴും നെഞ്ചത്ത് കിടക്കാനും കെട്ടിപ്പിടിച്ച് ഇരിക്കാനും ഒരാൾ എപ്പോഴും ഇവർക്ക് ആവശ്യമാണ്. അതിപ്പോൾ പെണ്ണായാലും ആരായാലും. അപ്പോൾ ഇപ്പോൾ തന്നെ ലക്ഷ്മിയായിട്ടാണ്. ലക്ഷ്മി എന്തുകൊണ്ടാണ് ഇവരെ കൂടി ഇത്രയും കൂട്ടുകൂടുന്നത്? LGBTQA ലക്ഷ്മി അംഗീകരിക്കുന്നില്ല. ലെസ്ബിയൻസ് ആയ ആദില നൂറയെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആദില നൂറയെ എതിർത്ത അനിമോളുടെ കൂടെ നിൽക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് സത്യം എന്താണ് മിഥ്യ എന്താണ്? ഒരാൾ എന്നിട്ട് ചോദിക്കുക എല്ലാവർക്കും PR ഇല്ലേന്ന്. ലക്ഷ്മി കൊണ്ടുവരട്ടെ, ആർക്കൊക്കെ PR ഉണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞ ലക്ഷ്മി കൊണ്ടുവരട്ടെ. നാണമില്ല വെറുതെ വന്നിട്ട് അങ്ങ് പറയും. എന്ത് വായി തോന്നി ഇവരെ കിടന്ന് വിളിച്ചു പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. PR ഉള്ളവരുടെ PR ധൈര്യമായിട്ട് പറയണം, ഇന്ന ആൾക്കാർക്ക് PR ഉണ്ട്, ഇവരുടെയൊക്കെ പേര് ഇന്നതാണ്, ഈ ആൾക്കാർക്കാണ് PR കൊടുത്തിരിക്കുന്നത്, ഞാൻ വ്യക്തമായ എവിഡൻസ് തരാം, അങ്ങനെ പറയണം. അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നൂറയോട് പിന്നെ ശൈത്യ ചെന്ന് ചോദിച്ചു. ശൈത്യ പറഞ്ഞു, ഇനി എനിക്ക് പ്രശ്നമാവും, എന്നെ പ്രധാന വാതിലൂടെ തുറന്നു വിടൂ ബിഗ് ബോസ്, എനിക്കിനി പ്രശ്നമാവും, എനിക്ക് ആകെപ്പാടെ എൻ്റെ ലൈഫ് നശിച്ചിരിക്കുവാണ്, ഇനി ഇതിൻ്റെ പ്രശ്നത്തിൽ എന്നെ എടുത്തരുതേന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരോടും പറഞ്ഞ് ശൈത്യ പോയി നൂറയോട് സംസാരിക്കുക. അപ്പോൾ നൂറ പറഞ്ഞു, പിന്നെ അവൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു, എനിക്കതറിയില്ല, ഇവരുടെ ചേച്ചിയുടെ നമ്പറാണ് തന്നിരിക്കുന്നത്, അല്ലാണ്ട് PR-ൻ്റെ നമ്പറല്ല, ചേച്ചിയുടെ നമ്പറാണ് തന്നിരിക്കുന്നത്. ആ നമ്പറിനകത്ത് വിളിച്ചിട്ട് PR ആളിൻ്റെ വിനുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അയാളുമായിട്ട്
നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ ഇതാണൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇതുമായിട്ട് ഇൻവോൾവ് ആയത് ആദിലയാണ്, എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞു. അപ്പം ശൈത്യ അവിടെ പറയുന്നുണ്ട്, മോളെ ആദിലയ്ക്ക് ഭയങ്കര നെഗ്ഗടിക്കും, ഭയങ്കര നെഗ്ഗായിരിക്കും, എനിക്കറിയാം. അവൾ ഭയങ്കര വിഷമത്തിലാണ്. നെഗറ്റീവ് അടിക്കും. ആദിലയ്ക്കിനി എന്താണ് പുറത്തേക്ക് പ്രശ്നം? കാരണം പിന്നെ ആദില കുറച്ച് സ്ട്രോങ് ആണ്. അവരൊക്കെ ഇതെല്ലാം ഒരുപാട് ഫേസ് ചെയ്ത് വന്ന ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് ദിയാസനയൊക്കെ പുറത്തുണ്ടല്ലോ, വന്നിട്ടുണ്ടാവും ചെന്നൈയിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ആദിലയ്ക്ക് അറിയാം എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ നൂറയായിരുന്നെങ്കിൽ നൂറ ഇപ്പോൾ പെട്ടുപോയേനെ. നൂറ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഭയങ്കര ഇതായിപ്പോയേനെ. അപ്പോൾ എന്തായാലും അവർ അവരുടേതായിട്ടുള്ള ലൈഫായിട്ട് പോട്ടെ. പക്ഷേ എന്നാലും എനിക്ക് അനുമോളെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ആരെയെങ്കിലും ഏതെങ്കിലും ഇതേ കണക്കുള്ള ഭയങ്കരമായ വൃത്തികേട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കിടന്ന് കരഞ്ഞു മെഴുകി ജനങ്ങളെ പറ്റിക്കുവാണ്. ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് ഈ സ്ത്രീയുടെ വിചാരം. അല്ല, എനിക്ക് അറിയാമെന്ന് ചോദിക്കുക. ചുമ്മാ കിടന്ന് കരഞ്ഞു മെഴുകുമ്പോൾ ജനങ്ങൾ പൊട്ടന്മാരാണ്. ജനങ്ങളിത് ലൈവ് കാണുന്ന നമ്മളൊന്നും പൊട്ടന്മാരാണ്. നമ്മളല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കുശുമ്പും കുന്നായ്മയും മറ്റുള്ളവരെ അവൻ നശിച്ചു പോട്ടെന്നോ അവനെ ഇങ്ങനെ ആക്കണമെന്നും മറ്റതും മറിച്ചത് ഓരോ ഹിൻഡുകളാണ് പുറത്തിരിക്കുന്ന അക്രമികൾക്ക്. അക്രമി എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അക്രമികൾക്ക് കൊടുക്കുന്ന ഓരോ ഹിൻഡുകളാണ് ഇതൊക്കെ. അവരെ ആക്രമിക്കണം, അവരെ ഇങ്ങനെ ആക്കണം, ഇന്നാക്കണം, അത് ചെയ്യണം, അവരെ ഇന്നതാക്കണമെന്ന്. കാരണം ഇവരെ എതിർക്കുന്ന എല്ലാ ആൾക്കാരും പുറത്താക്കുക എന്നുള്ളതാണ് ഇവരെ ലക്ഷ്യം, അല്ലേ? ജിഷിൻ പോലും ഇവർ കാരണമാണ് പുറത്തായത്. ഇവരോട് വഴക്കിട്ട് കഴിഞ്ഞപ്പോഴാണ് ജിഷിൻ പോലും പുറത്തായത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജിഷിൻ പുറത്താവുമെന്ന്. അങ്ങനെ നോക്കിയാൽ ഓരോ ആൾക്കാരും ഇപ്പം തന്നെ ആദില പോയി, ഇനി അടുത്ത ഇപ്പോൾ ടോപ്പ് 5 ആവുമ്പോൾ നൂറായിരിക്കും പോണത്. അത് അങ്ങനെ തന്നെ വരും, നമുക്ക് ഉറപ്പാണ്. അവർക്കും അറിയാതെ ഇവരെ ഇപ്പം തന്നെ ശൈത്യ അത് പറഞ്ഞു, ഇവളെ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ശൈത്യ പറഞ്ഞു, അക്ബർ പറഞ്ഞു ഇവളെ ഒന്നും പറയാൻ പറ്റില്ല, ആർക്കും ഇവരെക്കുറിച്ച് ഒന്നും പറയില്ല. ഇവരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം നശിപ്പിക്കും. നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്ന്. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ ഭയന്ന് പേടിച്ച് വിഷമിച്ച് ഇരിക്കേണ്ട അവസ്ഥയാണ്. ഇവരിങ്ങനെ കരഞ്ഞു മിടിക്കും, നാട്ടുകരയൂ ഞാൻ നല്ല കുട്ടി, ഞാൻ വെറും പാവം, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഇതെല്ലാം നമ്മൾ ലൈവിൽ കണ്ട ആൾക്കാരാണ്. ഈ കാണിക്കുന്ന സാമാനങ്ങൾ, ഈ കോപ്രായങ്ങൾ, ഈ കാര്യങ്ങൾ, മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരെ മോശക്കാരാക്കണം എന്ന് പറയുന്ന ഹിൻസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. 24/7 ലൈവ് എന്ന് പറഞ്ഞാൽ പാതിരാത്രി 2:30 മണി വരെ ലൈവ് കാണുന്ന ഒരാളാണ് ഞാൻ. രാവിലെ 6:30 മണിക്ക് അനീഷ് ഉണരുന്ന സമയത്ത് കൂടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ കൂടെ ഉണർന്നിട്ട് ഞാൻ ആ ലൈവിലാണ് ഇരിക്കുന്നത്. അനീഷിനെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു, ഒബ്സർവ് ചെയ്യുമായിരുന്നു. ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴാണല്ലോ നമുക്ക് അനീഷിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അനീഷ് എന്താണ് ഏതെന്ന് അറിയണമല്ലോ. ആ 2 വീക്സ് അനീഷിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ തന്നെ അനീഷിനും അതുപോലെ തന്നെ അനുമോൾക്കും ഷാനൂക്കായ്ക്കും അതിലെ നൂറയ്ക്കും എല്ലാം വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ആ ലൈവ് അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് ഗൈസ്.